ഏതാനും ദിവസങ്ങളാണ് കടന്നുപോയത്. വി എസിൻ്റെ മരണത്തോടുകൂടി അദ്ദേഹം ഇല്ലാതാവുകയല്ല, അദ്ദേഹം അനശ്വരനാവുകയും ഒരുപക്ഷെ സഖാവ് കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ AKG, EK നായനാർ എന്നിവരുടെയൊക്കെ ശ്രേണിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയുമാണ് ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ എളിയ പരിമിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അവരുടെ നേതാവായി വളർന്നു വന്ന് കേരളക്കരയുടെ ആകെ ജനനായകനായി മാറിയ, കേരളത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത മഹാനായ നേതാവായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഇവിടെ ബഹുമാന്യ ശ്രീ KP രജീഷും അതുപോലെ തന്നെ ശ്രീ KK ഷിബുവും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ഒത്തിരിയേറെ സമര പാതകൾ സഞ്ചരിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന VS ആയി അദ്ദേഹം മാറിയത്. അദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി CPIയിലൂടെ കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടുകളുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന അപൂർവം നേതാക്കളിൽ ഒരാളായി വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് എന്നും മുന്നോട്ട് പോയിട്ടുള്ള ഒരു നേതാവാണ്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ക്ലാസിക്കൽ സ്റ്റാലിനിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിലപാടുകളിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത, ശക്തമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും കടുകടിക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള VS. എന്നാൽ അദ്ദേഹത്തിൻ്റെ 70കളുടെയൊക്കെ ആരംഭത്തിൽ, അല്ലെങ്കിൽ 70കൾക്ക് ശേഷമുള്ള VSനെ നോക്കുമ്പോൾ നമുക്ക് മറ്റൊരു VSനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹം കൂടുതൽ ജനകീയനായി ജനങ്ങളുടെ ഇടയിൽ എല്ലാ വിഭാഗം ആളുകളുടെയും ആദരവ് പിടിച്ചുപറ്റുന്ന ഒരു വലിയ നേതാവായി, അല്ലെങ്കിൽ ഒരു വലിയ ജനകീയ നേതാവായി മാറുന്ന VSനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിൽ താഴെത്തട്ടിൽ പരിഗണന ഏറ്റവും അർഹമായിട്ടുള്ള, ആവശ്യമായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം നേടാനായിട്ട് സാധിച്ചത്. അത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളായിരുന്നു, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളായിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും അഴിമതിക്കെതിരായിട്ടുമുള്ള പോരാട്ടങ്ങൾ, പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഈ പോരാട്ടങ്ങളെല്ലാം VSനെ നമ്മൾ കാണുന്ന VS ആക്കി മാറ്റി എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ ഭരണസാരഥ്യം വഹിച്ച മറ്റ് നേതാക്കന്മാരുമൊക്കെ ഗാന്ധിജിയെ കാണാൻ ചെല്ലുമ്പോൾ ഗാന്ധിജിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തായിരിക്കണം ഞങ്ങളുടെ പരിഗണന, അല്ലെങ്കിൽ എന്തായിരിക്കണം ഞങ്ങളുടെ മുൻഗണന എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധി അവരോട് പറയുന്നത്, നിങ്ങൾ ഏത് നയം രൂപീകരിക്കുമ്പോഴും എന്ത് നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ കണ്ണുകളിൽ ഈ രാജ്യത്തെ ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം. അവരെ കണ്ടുകൊണ്ടായിരിക്കണം ഈ സർക്കാരിൻ്റെ ഓരോ നിലപാടുകളും നടപടികളും സ്വീകരിക്കപ്പെടേണ്ടത് എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അദ്ദേഹം സർവോദയ എന്ന ആശയം, വെൽഫെയർ ഓഫ് ഓൾ എന്ന ആശയമൊക്കെ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നണേ ആ തരത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന, ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ, പാവങ്ങളിൽ പാവങ്ങളായ, പീഡനമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്കു വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുകയും അതിൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകാനും സഖാവ് VSന് കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ വിഭാഗം ആളുകളുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നേതാവായി മാറിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ പലതരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ, അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തെ സമീപിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, തങ്ങളുടെ സ്വയം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ രാഷ്ട്രീയത്തെ, പൊതുപ്രവർത്തനത്തെയും ഒക്കെ സമീപിക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ
രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ഉത്തമമായ ബോധ്യം സഖാവ് വി.എസിനെ എല്ലാ കാലത്തും നയിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ, ജനങ്ങളോടൊപ്പം നിന്നാൽ, അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം നേടാൻ സാധിച്ചാൽ മറ്റൊന്നിനും നിങ്ങളെ പിന്നോട്ടടിക്കാൻ സാധിക്കില്ല, മറ്റാർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സഖാവ് വി.എസ്. ഇപ്പോൾ അദ്ദേഹം മാരാരിക്കുളത്ത് പരാജയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു 70 വയസ്സ് 72 വയസ്സൊക്കെ ഉള്ള കാലസമയത്തായിരിക്കും അല്ലേ, ഒരു 70-72 വയസ്സിനൊക്കെ ശേഷമായിരിക്കും. മറ്റേത് നേതാവാണെങ്കിലും ആ ഒരു പ്രായത്തിൽ ഒരു പരാജയം സംഭവിച്ചാൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവസാനിക്കും. പക്ഷേ സഖാവ് വി.എസിന് മാത്രം സാധിച്ച ഒരു കാര്യമാണ്, അതിനുശേഷം അദ്ദേഹം കൂടുതൽ ശക്തനായി തിരിച്ചു വരികയാണ്. അദ്ദേഹം കൂടുതൽ ശക്തനായി തിരിച്ചു വരികയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയും പ്രതിപക്ഷ നേതാവാവുകയും അദ്ദേഹം ഏത് സ്ഥാനത്തിരുന്നാലും സ്ഥാനമില്ലാതിരുന്നാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വി.എസിനെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും അവർക്ക് അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് അവർ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വമാണ്. പക്ഷേ സഖാവ് വി.എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുന്നത് കൊണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലിരുന്നത് കൊണ്ടാണ് അദ്ദേഹം നമ്മൾ കാണുന്ന ഒരു വലിയ നേതാവായി മാറിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വി.എസിനെ പോലുള്ള ആളുകൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അനിവാര്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു യുഗമായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് 1%, അതായത് ഇന്ത്യയിലെ 1% ആളുകൾ ഇന്ത്യയുടെ 40% സമ്പത്ത് കൈവശം വയ്ക്കുന്നു. താഴെത്തട്ടിലുള്ള 50% ആളുകൾ കേവലം 6.4% സമ്പത്ത് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ റിപ്പോർട്ട് പറയുന്നത് ഇത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഇന്നീക്വാളിറ്റി, അസമത്വമാണ് രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇനി ഇത് കൂടുതൽ രൂക്ഷമാവാൻ ഉള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വി.എസിനെ പോലുള്ള ആളുകൾ സ്വീകരിച്ച ഒരു രാഷ്ട്രീയം, അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക, പ്രത്യേകിച്ച് അധികാരവും പൊതുപ്രവർത്തനവുമൊക്കെ സാധാരണക്കാർക്ക് വേണ്ടി ആയിരിക്കണം എന്നുള്ള ഒരു മഹത്തായ മാതൃക, അതിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിക്കുകയാണ്. നമ്മൾ വി.എസിനെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഓർമ്മകൾ നമുക്ക് നമ്മുടെ പൊതുജീവിതത്തിന്, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു മാർഗദീപം ആയിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതിവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി ഇവിടെ സൂചിപ്പിക്കേണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അംഗമായിരുന്ന സഭയിൽ ഒരു അംഗമായിരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞാൻ 2016 ആദ്യം നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ അന്ന് അദ്ദേഹം നിയമസഭയിൽ അംഗമായിട്ടുണ്ട്. ആ പ്രായത്തിലും അദ്ദേഹം ഞങ്ങളെപ്പോലുള്ള പുതുമുഖങ്ങളായിട്ടുള്ള ആളുകൾ നിയമസഭയിലേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തിയുള്ളൊരു അഭിവാദ്യം മാത്രം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ സന്തോഷവും അംഗീകാരവും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രസംഗങ്ങളൊക്കെ ശ്രവിക്കുവാനും അതിൽ നിന്നുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുമൊക്കെയുള്ള അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആ അന്ത്യയാത്രയിൽ ആലപ്പുഴയിൽ അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഞാനും പോയിരുന്നു. അവിടെ വന്ന ആ ജനസാഗരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴയിൽ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നതും അതിനുശേഷവും അവിടെ എത്തിച്ചേർന്ന ആ ജനസമൂഹം, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എത്രയധികമായി ജനങ്ങളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് സ്ഥാനം നേടി എന്നുള്ളതിൻ്റെ വലിയ ഒരു ആദര സൂചകമായിട്ട് തന്നെയാണ് അവിടെ എത്തിച്ചേർന്നത്. ഞങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് അവിടെ DC-യിൽ ചെന്ന് ഞങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ടൊക്കെ സാധിച്ചത്. അത്രയേറെ ജനത്തിരക്കായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി.എസിൻ്റെ ജീവിതം ഒരു മാതൃകയാണ്. ആ മാതൃക നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു വലിയ പ്രചോദനമാവട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സഖാവ് വി.എസിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ്സ നിശ്ചയിച്ചുകൊണ്ട് നിർത്തുന്നു.